നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. സ്ലൈറ്റ്ലി ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും യഥാർത്ഥത്തിൽ ഇന്നൊരു കൺസോൾട്ടേഷനിലൂടെ നീങ്ങുകയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ഒരു വലിയൊരു റാലിയാണ് നടത്തിയത്. ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ റാലി നിഫ്റ്റിയും 400 പോയിൻറ്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയും നടത്തി. HDFC ബാങ്ക് ഷെയറിൽ വന്ന സ്ട്രോങ് ബൈയിങ് ആണ് അതിന് കാരണമായത്. ഏതായിരുന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അതേ സ്പീഡിൽ തന്നെ താഴേക്ക് വന്ന് പിന്നീട് സൈഡ് വേയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. ഏകദേശം എല്ലാ ട്രേഡേഴ്സിനെയും വളരെയധികം കുഴപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്ന് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. ഈ മാർച്ച് മാസം വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യേണ്ട ഒരു മാസമാണ്. ബിഗിനേഴ്സ് എല്ലാം അറിയാതെ ഇൻഡെക്സ് ഓപ്ഷനിൽ കൈവച്ചാൽ ക്യാപിറ്റൽ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ വേണം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട്. ഡേ ക്യാൻഡിലിൽ നോക്കുമ്പോൾ നിഫ്റ്റി ഡോജിയാണ് വെച്ചിരിക്കുന്നത്. സ്ലൈറ്റ്ലി ഒരു 3 പോയിൻറ്റിൻ്റെ പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പപ്പിൽ തുടങ്ങി പിന്നീട് സ്ലൈറ്റ്ലി ചെറുതായി താഴെ വന്ന് അതിനുശേഷം വലിയൊരു ബിഗ് ക്യാൻഡിലാണ് 15 മിനിറ്റിൽ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 3/4 മണിക്കൂറോളം ഒരു കൺസോൾട്ടേഷനിലൂടെ നീങ്ങി പെട്ടെന്ന് തന്നെ അതേ സ്പീഡിൽ താഴേക്ക് വന്നു. പിന്നീട് നിഫ്റ്റി ചെയ്ത പോലെ തന്നെ ഒരു കൺസോൾട്ടേഷനിലൂടെ എൻഡിലേക്ക് പോവുകയായിരുന്നു. ബാങ്ക് നിഫ്റ്റി അവസാനം ക്ലോസ് ചെയ്തത് 45 പോയിൻറ്റ് നെഗറ്റീവിലാണ്. നിഫ്റ്റിയിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാക്കിയത് HDFC ബാങ്ക്, LTIM, TCS, മാരുതി, ഇൻഫി എന്നിവയാണ്. അദാനി എൻ്റർപ്രൈസസ്, ഗ്രാസിം, സിപ്ല, അദാനി പോർട്സ്, SBIN എന്നിവ നെഗറ്റീവിലുമാണ്. ഇനി നമുക്ക് നാളേക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവലുകൾ പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 306 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അവിടെ നിന്ന് താഴെ വരികയാണെങ്കിൽ 22,257, 22,223 എന്നിങ്ങനെ ആയിരിക്കും. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 22,380 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. 22,400-ഉം 22,450 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 47,180 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. 46,885 സെക്കൻഡും 46,220 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 47,530 ഫസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. 47,830, 48,160 എന്നിങ്ങനെ സെക്കൻഡും തേർഡുമായിരിക്കും. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. അതിനു മുമ്പായി തിങ്കളാഴ്ചയിലേക്ക് കൊടുത്തിരുന്ന 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു നോക്കാം. ഒന്ന് HDFC ലൈഫ് ആയിരുന്നു. HDFC ലൈഫ് 624 ബൈ ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. 629 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് 628-ഉം 632-ഉമാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് അദാനി പോർട്സ് ആയിരുന്നു. അദാനി പോർട്സ് ബൈ എൻട്രി 1336 ആയിരുന്നു പറഞ്ഞിരുന്നത്. 1342 ബൈ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 1342 ആയിരുന്നു. സെക്കൻഡ് 1350 ആയിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ സെൽ സൈഡ് വരികയാണെങ്കിൽ 1315 പറഞ്ഞിരുന്നത്. ഇന്നലെ തിങ്കളാഴ്ച സെൽ സൈഡ് നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നോക്കുമായിരുന്നെങ്കിൽ സെൽ സൈഡ് ആക്റ്റീവ് ആയിരുന്നേനെ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നേനെ. പക്ഷേ നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഏതായിരുന്നാലും 2 സ്റ്റോക്കിലും ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് SBIN ആണ്. ആണെങ്കിൽ 756 നമുക്കൊരു സെൽ എൻട്രിയാണ് കേട്ടോ. ഒരു സെൽ എൻട്രി എടുക്കാം. 763 സ്റ്റോപ്പ് ലോസ് വെക്കണം. 749, 745 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഇൻഫി ആണ്. ഇൻഫി ബൈ സൈഡാണ്. 1628 മുകളിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 1629 എടുക്കേണ്ടത്. 1620 നമുക്ക് SL കീപ്പ് ചെയ്യാം. 1638, 1645 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചുകൊണ്ടും എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോയും ഞങ്ങൾ പറയുന്നതെല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠിക്കുക.
ആരിൽ നിന്നാണെങ്കിലും പഠിക്കുക. നമ്മുടെ യൂട്യൂബിലെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് ജെന്യുവിനായിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെയൊക്കെ കമൻറ്റുകളിൽ ഒരു കളിയാക്കുന്ന രൂപത്തിലുള്ള എല്ലാം പഠിച്ച ആളുകളെ പോലെയുള്ളവരാണ്, അല്ലെങ്കിൽ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിൽ നിന്നോ ആരിൽ നിന്നോ നിങ്ങൾക്ക് കരസ്ഥമാക്കാം പഠനം എന്നുള്ളത്. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗീതം പോലെ തന്നെയാണ്. ഈ സംഗീതത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ്. ഏതായിരുന്നാലും മാർക്കറ്റും അതുപോലൊക്കെ തന്നെയാണ്, ഒരു അലയില്ല കടലാണ്. അതുകൊണ്ട് പഠിച്ചുകൊണ്ട് ഇറങ്ങാൻ ശ്രമിക്കുക. അത് അറിയുന്ന ആളുകളിൽ നിന്ന് പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ. സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ മൊത്തം 7 ട്രേഡുകളാണ് എടുത്തിട്ടുള്ളത്. 1, 2, 7 ട്രേഡാണ്. 6 പ്രോഫിറ്റും 1 SL ഹിറ്റായിട്ടുണ്ട്. ഓക്കെ.